പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ സമാധാന ധാരണാപത്രം ഇസ്രയേൽ അട്ടിമറിച്ചേക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി സെൻകോമിന് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി കൃത്യമായി പറയുന്നത് ഈ സമാധാന കരാർ നെതന്യാഹുവിനെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഈ സമാധാന കരാർ റദ്ദാക്കാനും ഇല്ലാതാക്കാനും നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും അതുകൊണ്ട് തന്നെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുമാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. ഏതായാലും അതിനെ തുടർന്നാണോ എന്നറിയില്ല, ട്രംപ് നെതന്യാഹുവിന് അടുത്ത സുഹൃത്താണെന്നും കടുത്ത പോരാളിയാണെന്നും ഒക്കെ പറഞ്ഞുള്ള സ്തുതിവചനങ്ങൾ പ്രഖ്യാപിക്കുന്ന കാഴ്ചകളും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നെതന്യാഹു തൻ്റെ നിർദ്ദേശപ്രകാരം ലെബനണിലെ വിവിധ കേന്ദ്രങ്ങളിൽ IDF ആക്രമണം നടത്തിയെന്നും അതിലൂടെ 120 ഭീകരരെ വധിച്ചു എന്നും ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ കരാർ അട്ടിമറിക്കണമെന്ന് നെതന്യാഹു ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ, നെതന്യാഹുവിൻ്റെ മുന്നിലുള്ളത് ഒരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിലെ പരാജയം ജയിലാണ്. ഇപ്പോൾ നെതന്യാഹുവിനെതിരെ അതിരൂക്ഷമായ ഇരുവശത്തുനിന്നുമുള്ള പ്രതിഷേധമാണ് ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്നത്. അനാവശ്യമായൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി രാജ്യത്തെ പ്രതിസന്ധിയിലാക്കി എന്ന് പറയുന്ന ഒരു പക്ഷം, മറുപക്ഷത്ത് ഇത്രയും വലിയൊരു യുദ്ധത്തിലേക്ക് പോയെങ്കിലും ഒന്നും നേടാനാവാതെ ഇറാൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം അവസാനം കരാറിൽ എത്തിച്ചേരുകയും അക്കാര്യത്തിൽ അമേരിക്കയെ കൂടെ നിർത്താൻ പരാജയപ്പെട്ടു പോയ ഒരാളെന്നുള്ള നിലയിലുമാണ് നെതന്യാഹുവിൻ്റെ നേർക്ക് പ്രതിഷേധങ്ങൾ തുടരുന്നത്. ഒക്ടോബറിലാണ് ഇസ്രയേലിലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മത്സരിക്കുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അവിടെ പരാജയപ്പെട്ടാൽ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ജയിലിലേക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയ ഇമേജ് സംരക്ഷിക്കാൻ, തൻ്റെ അസ്തിത്വം സംരക്ഷിക്കാൻ, ഒരു പരിധിവരെ ജയിലിൽ കിടക്കുന്നത് ഒഴിവാക്കാൻ നെതന്യാഹുവിന് ലെബനനെ ആക്രമിച്ചേ മതിയാവും. എന്നാൽ ലെബനനിലേക്ക് ആക്രമണം തുടർന്നാൽ തങ്ങൾ ഏകപക്ഷീയമായി ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുമെന്നും ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെടിനിർത്തലാണ് ഈ ധാരണാപത്രത്തിലുള്ളതെന്നുമാണ് ഇറാൻ്റെ നിലപാട്. അത് വാദിക്കാൻ കഴിയുന്ന രേഖകൾ, ഒപ്പിട്ട രേഖകൾ ഇറാൻ്റെ കൈവശമുണ്ട്. ഈ അന്തിമമായി ഒപ്പിട്ട ധാരണാപത്രത്തിൽ 5 ലെബനനിലെ വെടിനിർത്തലിനെ സംബന്ധിച്ച് കൃത്യമായ പരാമർശമുണ്ട്. അത് ഉറപ്പാക്കുമെന്ന് അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ സമ്മതിച്ച സ്ഥിതിക്ക് അത് നടപ്പിലാക്കിയില്ലെങ്കിൽ അത് കരാർ ലംഘനം എന്നുള്ള നിലയിൽ ഇറാന് അതിൽ നിന്ന് പിന്മാറാനുള്ള അവകാശവുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വിറ്റ്സർലൻഡിലേക്ക് ജനീവയിൽ വെച്ച് നടത്താനിരുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ പോയ JD വാൻസ് പിന്മാറാൻ കാരണം ഇറാൻ ആ ചർച്ചയിൽ നിന്ന് പിന്മാറിയതുകൊണ്ടാണ്. ഇറാൻ ആ ചർച്ചയിൽ നിന്ന് പിന്മാറാനുള്ള കാരണം ഇതിലെ പ്രധാനപ്പെട്ട കരാർ വ്യവസ്ഥയായ ലെബനനെ ഇസ്രയേൽ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുന്നില്ല, അക്കാര്യം ഉറപ്പുവരുത്താൻ അമേരിക്ക ശ്രമിക്കുന്നില്ല എന്നതാണ് സ്ഥിതിഗതി. ചുരുക്കത്തിൽ ഇറാനുമായി കളിക്കാൻ പോയ 2 പേരും, ട്രംപും നെതന്യാഹുവും സമാനമായ അവസ്ഥയിലാണ്. നെതന്യാഹു അടിക്കും തോറും ട്രംപിൻ്റെ പ്രഷറാണ് കൂടുന്നത്. ട്രംപ് ഈ കരാറിൽ ഒപ്പിട്ടതോടുകൂടി നെതന്യാഹുവിൻ്റെ പ്രഷർ അതിൻ്റെ പീക്കിലേക്കെത്തി. ചുരുക്കത്തിൽ ഇറാനോട് കളിച്ച് 2 പേരും പ്രതിസന്ധിയിലായി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒടുവിൽ ഈ പറയുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് റദ്ദാക്കപ്പെടുക കൂടി ചെയ്താൽ അത് മറ്റൊരു ഗുരുതരമായ പ്രതിസന്ധിയായി മാറും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ഇനി ഈ ഒരു കരാർ പാലിക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ അസാമാന്യമാം വിധം ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. കാരണം അവർക്കൊരു സമാധാനത്തോടെ തങ്ങളുടെ രാജ്യങ്ങളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് വളരെ അനിവാര്യമായ സാഹചര്യത്തിലാണ്. വീണ്ടും ഇത് വഷളാവുന്നത് ഒരിക്കലും സഹിക്കാനാവാത്തതാണ്.